ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നൊരു മോർണിംഗ് റുട്ടീനാണ്. പ്രിയചേട്ടൻ പോണ വരെയുള്ള കുറച്ച് കാര്യങ്ങൾ കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ചായ വെക്കുകയാണ് ആദ്യം. എനിക്ക് കുളിയൊക്കെ എല്ലാം കഴിഞ്ഞിട്ടാണ്. അപ്പോൾ ചായ വെച്ചു. ചായ വെക്കാനുള്ള വെള്ളം എടുത്തുകൊണ്ടിരിക്കണം. ഇപ്പോൾ 4 പേർക്കുള്ള വെള്ളം ഇത്ര മതി. ഡെയിലി നമ്മളത് വെച്ച് നമുക്കത് ഒരു പരിചയമായി എത്ര വേണം എന്നുള്ളത്. അത് കഴിഞ്ഞ് അതിലേക്ക് ഞങ്ങൾ ശർക്കരയാണ് ചായയിലേക്ക് ഇടാം കേട്ടോ. പഞ്ചസാര അങ്ങനെ യൂസ് ചെയ്യാറില്ല. അപ്പോൾ ശർക്കര തലേദിവസം മേടിച്ചു കൊണ്ടുവന്നിട്ട് ബോക്സിലേക്ക് ആക്കിയിട്ടില്ല. അപ്പോൾ അത് ആക്കാം. അതിൻ്റെ ഒപ്പം ചായയിൽ എന്ന് വെച്ചിട്ടാണ് എടുത്തേക്കണത്. അപ്പോൾ ചായയിൽ ചെറിയൊരു കഷ്ണം ഇട്ടു. ബാക്കിയുള്ള ഞാൻ ബോക്സിലാക്കി വെച്ചു. അതിനുശേഷം ചായപ്പൊടിയൊക്കെ ഇട്ടിട്ട് കുറച്ച് ചായപ്പൊടി ഇടുള്ളൂ. നല്ല കടുപ്പുള്ള ചായയിലാണ്. അപ്പോൾ കുറച്ച് ചായപ്പൊടിയൊക്കെ ഇട്ട് ചെറുതാക്കി വെച്ചു. അപ്പോഴേക്കും ഞാൻ വെള്ളം ചോറ് വയ്ക്കാനുള്ള വെള്ളമാട്ടത്. റൈസ് കുക്കറിലാണ് ഞാൻ ചോറ് വയ്ക്കുക. അപ്പോൾ ചായ ഇറക്കിയതിന് ശേഷം ചോറിനുള്ള വെള്ളം വെച്ചു കേട്ടോ. അപ്പോൾ അരി ഞാൻ തലേദിവസം വെള്ളത്തിലിട്ട് വെക്കും കേട്ടോ. അപ്പോൾ ആ പാത്രത്തിലുള്ളത് മൂടി വെച്ചേക്കുന്നത് അരിയാണ്. അത് കാണിക്കാൻ വിട്ടുപോയി ഞാൻ. അതും നമ്മൾ നല്ലതാണ് കേട്ടോ. അരി ഇങ്ങനെ വെള്ളത്തിൽ തലേദിവസം ഇട്ട് വെച്ച് കഴിഞ്ഞാൽ നന്നായി അതിൽ തഴുക്കും കാര്യങ്ങളൊക്കെ പോയി നമ്മൾ 2 പ്രാവശ്യം വാഷ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളത് അതിലേക്ക് ഇടാം. വെള്ളം തിളയ്ക്കണേക്കാൾ മുമ്പ് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കൈയൊന്നും പൊള്ളില്ല. അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ ഞാൻ വിഷുക്കട്ട ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ വിഷുവിന് മേടിച്ച അരിയാണ്. അപ്പോൾ അത് കുറച്ച് ബാലൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതെടുത്തിട്ട് വെള്ളത്തിലിട്ട് വെച്ചു. പിന്നെ കാലത്ത് ഞാൻ എഴുന്നേറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ വെള്ളം കുടിക്കും. വെള്ളം കുടിച്ചതിന് ശേഷം ഞാൻ ചായ കുടിക്കുള്ളൂ. അപ്പോൾ ഒരു 2 ഗ്ലാസ് വെള്ളം കുടിച്ചു. അത് കഴിഞ്ഞിട്ട് ചായ കുടിക്കണം. അപ്പോൾ ഈ അരി തിളച്ചപ്പോൾ പിന്നെ അത് റൈസ് കുക്കറിലേക്ക് ഇറക്കി വെച്ചു. പിന്നെ വിഷുക്കട്ട ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള 2ാം പാല് 3ാം പാല് ഇതൊക്കെ ശരിയാക്കിയിട്ട് അതും വേവിക്കാൻ വെച്ചു കേട്ടോ. 3ാം പാല് ഒഴിച്ച് പിന്നെ എനിക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നമ്മളത് വേവിക്കാൻ വയ്ക്കാം. ഞാൻ നാളികേര പാലിലാണ് ഉണ്ടാക്കാം കേട്ടോ. നാളികേരം ഇട്ടിട്ട് ഉണ്ടാക്കാറില്ല. അത് കഴിഞ്ഞപ്പോൾ നേഹ ഗുണനപ്പട്ടിക പഠിക്കാൻ പറഞ്ഞിട്ട് അതിരുന്ന് പഠിക്കണതാക്കാം. വെക്കേഷനൊക്കെയാണ്. എന്നാലും നമ്മളൊരു അരമണിക്കൂർ അവരെ നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുന്നത് നല്ലതാണല്ലോ. അടുത്ത കൊല്ലം 4ലേക്കാണ്. അപ്പോൾ പിന്നെ അതിനെ പേടിപ്പിച്ചിട്ട് ഓരോന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ ചീര മുകളിൽ നിന്ന് മുറിച്ച് കൊണ്ടുവന്നിട്ട് ഞാൻ ചെറുതായിട്ട് മുകളിൽ പച്ചക്കറി തോട്ടമൊക്കെ ഉണ്ട് കേട്ടോ. പച്ചക്കറി തോട്ടം എന്ന് പറയുമ്പോൾ വലിയ രീതിയിലൊന്നുമല്ല, ചെറിയ രീതിയിൽ നമ്മുടെ വീട്ടിലേക്കൊക്കെ ആവശ്യമുള്ളത്. അപ്പോൾ ഇപ്പോൾ ചീരയാണ് അവിടെ ഉള്ളത്. അപ്പോൾ ചേട്ടൻ ചീര മുറിച്ച് കൊണ്ടുവന്നു. അതിൻ്റെ ഇടയിൽ അവൾ എന്തൊക്കെയോ എന്നോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നേഹ. അപ്പോൾ അത് വേഗം നന്നാക്കിയിട്ട് അതൊരു ചെറിയ ഉപ്പേരി വയ്ക്കാം. പിന്നെ എന്തായാലും ഞാൻ വേറൊരു മീൻ കറി അങ്ങോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വെന്തോന്ന് നോക്കുകയാണ്. അത് വെന്ത് കഴിഞ്ഞപ്പോൾ ഞാൻ 1ാം പാല് ഒഴിച്ച് അത് കുറുതാക്കി അത് ശരിയാക്കി. ചീര ചെറുതായിട്ട് ഉപ്പേരി വെച്ചു. പിന്നെ വിഷുക്കട്ടയിലേക്കുള്ള ശർക്കര പാനി ശരിയാക്കി കഴിഞ്ഞപ്പോൾ നേഹ പറഞ്ഞു ഞാൻ എടുത്ത് ഒഴിക്കണതാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് തറവാട്ടിലേക്ക് കളിക്കാനുള്ള പോക്കാണ് ചേട്ടൻ്റെ കൂടെ. ചേട്ടൻ ജോലിക്ക് പോകുമ്പോൾ അവിടെ ആക്കിയിട്ട് പോകും. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ നീയക്കുട്ടിയുടെ കുളിയൊക്കെ കഴിഞ്ഞ് നീയക്കുട്ടി വീണ്ടും ഒരു വട്ടം കഴിഞ്ഞ് വിഷുക്കട്ട കഴിച്ച് കഴിഞ്ഞതാണ്. പിന്നെ അവൾക്ക് വിശക്കണമെന്ന് പറഞ്ഞപ്പോൾ വീണ്ടും കഴിക്കണം കേട്ടോ. അത് കഴിഞ്ഞ് TV ഒക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത്രയ്ക്കേ ഉള്ളൂ ഇന്നത്തെ മോർണിംഗ് റൂട്ടീൻ. ഓക്കെ, ബായ്.